ഹലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റിയ ഒന്നുകൂടെ കൊട്ടിയൂർ പോകണം. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ഒന്നും കൂടെ പോയി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരുന്നില്ല, ഈ പ്രാവശ്യം നല്ല ബ്ലോക്കും നല്ല തിരക്കുമായിരുന്നു. മര്യാദക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉള്ളിൽ കയറിയാൽ മതിയായിരുന്നു, ഒരു തിരക്കും ബ്ലോക്കും ഇല്ലാണ്ടായിരുന്നു അന്ന് പോയത്. ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയത് തന്നെ 8 മണിക്കാ. ബ്ലോക്കിലൊക്കെ പെട്ട് അവിടെ എത്തിയപ്പോഴേക്ക് 9 മണിയും ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ശിവേലി ഇറങ്ങി, പിന്നെ ചുറ്റാനൊന്നും പറ്റില്ലല്ലോ. ഞങ്ങൾ വിചാരിച്ച് ഇപ്രാവശ്യം ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, പക്ഷെ ഭാഗ്യത്തിന് ഉള്ളിൽ കയറി തൊഴാൻ പറ്റി, ചുറ്റാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. ആദ്യമായിട്ട് ഇവിടെ ഇത്രയും ആൾക്കാരെ ഞാൻ കാണുന്നത്. കഴിഞ്ഞല്ലോ ഇതുപോലെ തിരക്കുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത കൊല്ലം ഇനി എന്താവോ എന്തോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, മൊത്തത്തിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. നടന്നു പോകുന്ന ഭാഗത്ത് മൊത്തം ചെളിയായിരുന്നു എപ്പോഴും ഉണ്ടാവാറ്, ഇപ്പൊ മൊത്തം കല്ലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാനും ഒരു സുഖമുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും മാത്രല്ല, ഈ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു കൂടെ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഒന്ന് കാല് കഴുകാൻ വേണ്ടി പുഴയിൽ ഇറങ്ങിയപ്പോഴാണ് 2 കർണാടകക്കാരും കൂടി അവിടെ നിന്ന് കല്ലെടുത്ത് വെക്കുന്നത് കണ്ടത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ ചിരിയാണ് വന്നത്. എന്താ അല്ലേ, ആരേലും ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാ പിന്നെ എല്ലാരും അതങ്ങ് ചെയ്തോളൂ. എവിടെ വെക്കണം എന്നൊന്നുമില്ല, വെച്ച് ഇപ്പൊ കിണറിന്റെ മുകളിൽ വെക്കാൻ തുടങ്ങി തോന്നുന്നു. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു പിന്നെ സ്ഥിരം പരിപാടി തന്നെ, എല്ലാ കടയിലും ഒന്ന് കയറി ഇറങ്ങുക, ഫുഡ് കഴിക്കുക. ഇപ്രാവശ്യം ഞാൻ ആ ബജ്ജി അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. അവരെന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് പിന്നെ ഫുഡ് കിട്ടിയാൽ തന്നെ ധാരാളം. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി കുറെ സ്ഥലത്ത് നോക്കിയെങ്കിലും 12 മണി കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലായിടത്തെയും ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടാ ഫുഡൊക്കെ കഴിച്ചത്. അപ്പൊ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ.